ഈ ഖംസത്തു ഫുസൂൽ എന്താ വിഷയം? ആദാബുൽ ആലിമി വൽ മുതഅല്ലിമ. ആലിമിനും മുതഅല്ലിമിനും പാലിക്കേണ്ടുന്ന ആദാബാ പറയുന്നത്. 5 ഫസലുണ്ട്. അൽ അവ്വൽ ഏതാണ്? ആദാബുൽ ആലിം ആദ്യം പറയും. 2 ആദാബുൽ മുതഅല്ലിമി ഫി തലബിൽ ഇൽമ് പറയും. 3 ആദാബുൽ മുതഅല്ലിമി മഅൽ മുഅല്ലിമി പറയും. മുഅല്ലിമിനോട് മുതഅല്ലിമ് പാലിക്കേണ്ടത്. ഫി ഫവായിദ യഹ്താജു ഇലൈഹ താലിബുൽ ഇൽമി വൽ ആലിം. ആലിമും താലിബുൽ ഇൽമും പാലിക്കേണ്ടെന്ന് ചില ഫായിദകൾ പറയും. ഫി അദ്ഇയത്തിൻ ബഅദ്കാരി മുഫീദത്തിൻ ലി താലിബിൽ ഇൽമി വ ഫായിദ യുഖറ. താലിബുൽ ഇൽമിന് ആവശ്യമായ ചില അദ്കാറും ദുആകളും പറയും. തിരിഞ്ഞുണ്ടല്ലോ. കാശ്മീരിക്ക് വരെ തിരിഞ്ഞിട്ടില്ല നീ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ആ സമയം കൊണ്ട് പറഞ്ഞു സബക്കുറിക്കൂടെ. ആദ്യം ആദാബിന്റെ മഹത്വം പറയട്ടെ. മുഖദ്ദിമത്തും ഫീ മക്കാനത്തിൽ അദബി. അപ്പൊ ഇന്ന് അദബ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ എന്താണ് പുറത്തുള്ളത്? അവസാനം ദൂരത്ത് കാണുമ്പോൾ എന്താക്കും? പിന്നെ അതൊന്നതിനെ കണ്ട എങ്ങനെ വായിന്ന് അതുപോലെ പാഞ്ഞോളുക. അപ്പൊ എന്താ നമ്മുടെ മക്കൾക്കുള്ള അദബ് പഠിച്ചോനെ? ഹോ എന്താ അദബിടോ? അന്നാ പറഞ്ഞില്ലേ നിങ്ങളെ പേരാന്തെന്ന് ഞാക്കിയിട്ടുണ്ട് മക്കളെല്ലാം കൂടിയിട്ട്. അതാ നിങ്ങൾക്ക് കിട്ടിയ കൂള്. അതാണ് ഇപ്പോഴത്തെ ആദാബ്. പട്ടിക്കാട് കോളേജിൽ ശംസുലുലമ വൈകുന്നേരം ഇങ്ങനെ എന്നിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ കിളമിനോട്ടി എന്നിട്ട് മിറ്റത്തുനിന്ന് ചെല്ലുന്നു. അങ്ങനെ വിളിച്ച് പാഞ്ഞടാ പിള്ളേരെല്ലാം കൂടെ പാഞ്ഞിട്ട് എന്താ എന്നിട്ട് ബിൽഡിങ് പഴയ ബിൽഡിങ് പൊളിഞ്ഞ് വീണിട്ടില്ലെങ്കിൽ നന്നായി. എന്തിനാ വിളിച്ചിട്ട് പായാനാ? എന്നാൽ പിന്നെ പടിയെടുത്ത് പിടിക്കല്ലേ വേണ്ടി. ഇങ്ങനെ വിളിച്ചാൽ പടിയെടുത്ത് പിടിക്കൽ. അതാ ഞാൻ പോയി സലാം ചെല്ലി. എന്താ വിളിച്ചേ? എനിക്ക് വല്ലാത്ത ദാഹം, നീ പോയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം വാങ്ങിച്ചു വന്നു. അത് ഞാൻ പറഞ്ഞാലും മതി. ഞാൻ പറയണ്ട, എനിക്ക് എന്തെങ്കിലും കൊണ്ടു തന്നാലെന്താ? പോയി വാങ്ങിക്കൊണ്ടാന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോഡിയാണ് മൂപ്പര ദാഹം അറിയാം. ഒരു ദുരാചാരം പൊതുവെ പതിവായിട്ടുണ്ട്. ഞാൻ നന്ദിയിലുള്ള സമയത്ത് ഇവിടുന്ന് വെള്ളം കുടിക്കാണ്ട് പോയി. എന്തിനാന്ന് ഇടക്ക് മൂത്തൊലിക്കാനിറങ്ങണം, വലിയ വിഷമാന്ന്. അപ്പൊ ഒറ്റ വണ്ടിക്ക് പോകാലോ എന്ന് വെച്ചിട്ട് അവിടെ എത്തി നോക്കുമ്പോൾ ബായെല്ലാം പെറ്റിന് ദാഹിച്ചിട്ട് ഒറ്റനെ പിടിച്ച് വട്ടത്തിന് പറയാൻ നോക്കും. ഒടടാ ഓട്ടം നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് ആള് ചോദിക്കുന്നു. മഗ്‌രിബ് എന്നവരെ പച്ചത്തണ്ണിയും കിട്ടാൻ ഇടയില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മത്തബഖി പോവുകയും വേണ്ടേ. അപ്പം മത്തബഖാറടക്കം ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും? ചോറെല്ലാം കത്തി എല്ലാം കൂടെ കുൽമാലാണ്ട. അതും വേണ്ട. ഇശാവ കൊടുക്കാൻ മുക്കരിക്കാൻ വന്നപ്പോൾ ബഷീർ എന്ന് പറഞ്ഞാൽ മുക്കരിക്കാൻ വന്നപ്പോൾ എനിക്ക് വല്ലാതെ ദാഹിച്ചിട്ടുണ്ട്, നിങ്ങൾ ലേശം വെള്ളം കൊണ്ട് തരും. അയാൾ ഓടിയിട്ടില്ല. അയാൾക്കറിയാം ഞാൻ പിരാനന്നായില്ല, ഞാൻ സാധാരണ ആളാന്ന് അയാൾക്കറിയാം. ഇത് അദബ്. അൽ അസ്റു ഫിൽ അദബി വ അഹമ്മിയതിഹി. അദബിന്റെയും അതിന്റെ പ്രാധാന്യത്തിനെ കുറിക്കുന്ന അസ്ൽ എന്താണ്? ഹദീസ് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദബനി റബ്ബി ഫഹസന തഅദീബി. എൻ്റെ റബ്ബ് എനിക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്, ആ തഅദീബ് വളരെ നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖാല അശ്ശാഇറു കുന്നി ബിന മൻ ശിഅത വക്തസിബ് അദബ യുഗ്നീക മഹ്മൂദുഹു അനിൻ നസബി ഇന്നൽ ഫതാ മൻ ഖാല ഹാ അന ദാ ലൈസൽ ഫതാ മൻ ഖാല കാന അബീൻ. ഷായദ് പറഞ്ഞെന്താ? കുന്നി ബിന മൻ ശിഅത, നീ ആരുടെങ്കിലും മോനായിക്കോ. നിന്റെ ഉപ്പ ആരെന്താന്ന് അത് ആ ഉപ്പാന്റെ തറവാട് പോലീസൊന്നും ഇവിടെ ചോദിക്കരുത്. നീ ആരെ മോനായാലും മേക്കില്ല. നമ്മുടെ നാട്ടിൽ ഭാഷ ഇപ്പം ആദ്യം. എന്നിട്ട് വക്തസിബ് അദബ, നീ അദബ് സമ്പാദിക്കണം. എന്നാൽ നീ ആരായി? ബലിയാളായി. ഏത് എറപ്പന്റെ മോനായാലും നീ ബലിയാളാകും. യുഗ്നീക മഹ്മൂദുഹു, ആ അദബ് കൊണ്ടുള്ള മഹ്മൂദ് ഉണ്ടല്ലോ സത്യഹമ്മദ് അനിൻ നസബി. യുഗ്നീക അനിൻ നസബി, നസബിന്റെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. ഇന്നൽ ഫത, കാരണം ഫത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പുത്തുപത്തുള്ള ഒരു യോഗ്യൻ. മങ്കാല ഹാ അനദ, ഞാനിതാ ഇവിടെയുണ്ട് എന്ന് പറയുന്ന ആളാണ്. എന്നല്ലാണ്ട് ലൈസൽ ഫത മങ്കാല കാന അബി, എൻ്റെ ഉപ്പ ഇന്നാളായിരുന്നു എന്ന് പറയുന്ന ആള് ഫതയൊന്നുമല്ല. ഉപ്പ എന്തുവാന്ന്? നീ അതമുള്ള ആളാ, എനിക്ക് നല്ലത്. ഉപ്പ വലിയ ആളാണ്, നീ ഒന്നിനും കൊള്ളൂല. വഖാല ആഖറു ഖദ് യൻഫഉൽ അദബു വൽ അത്ഫാല ഫീ സിഗരിൻ وليس ينفع عند الشيبة الأدب إن الغصون إذا قومتها اعتدلت ولن تلين إذا قومتها الخشبون.
അണ്ടാ കത് യംഫഉൽ അദബു, ചിലപ്പോൾ അദബ് ഉപകാരത്തിലെത്തും. എപ്പോൾ വല്ല അത്തുഫാല കുട്ടികളാണ് ഈ ചെറിയ കുട്ടികളെ കാലത്ത് അദബ് പഠിപ്പിച്ചാൽ എന്താകും, നടപ്പിൽ വരും. പണ്ട് പറയില്ലേ, നടക്കയായ കീശയിലിട കഴുങ്ങായ കീശയിലിടാൻ കഴിയൂല. വലൈസ യംഫഉൽ അദബു ഇൻദ ശൈബത്തി, തൊണ്ടനായി നരച്ച് വലിയ ആളായി കഴിഞ്ഞാൽ ഒരദബ് അവിടെ നടക്കൂല. കുട്ടിക്കാലത്തെ ശീലിച്ചു പോയി എന്നാണ് പറയുന്നുണ്ടായില്ലേ. ഒരാൾ ചോറ് പകുതിയിലധികം വേറിപ്പോന്നാറുണ്ട്. ചോറ് വയ്ക്കുമ്പോൾ പകുതിയെ വയറ്റിലെത്തും, ബാക്കിയെല്ലാം നിലത്താണ്. ഞാൻ പറഞ്ഞിങ്ങനെ കുട്ടിക്കാലത്തെ അങ്ങനെ ശീലിച്ചു പോയി ഇഷ്ടം. എനിക്ക് വേറാണ്ട് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ചോറ് വയ്ക്കുന്നില്ല, നിങ്ങളുടെ അവിടെ ഇങ്ങനെ മാറ പിടിക്കുക, വേറുന്ന ചോറിൻ്റെ കൈമലാട്ട് ചോറ് വെറുതെ കളയണ്ടല്ല. അപ്പൊ തൊണ്ടനായ കാലത്ത് അത് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ നേരെയാവൂല. അതിന് ഉദാഹരണം, ഇന്നൽ ഖുസൂന ഇദാ ഖവ്വംതഹ, ഒരു ചെറിയ കൊമ്പുണ്ട്, അത് നീ നേരെയാക്കി ഏറ്റതല്ല, അത് നേരെ വരും. വലൻ തലീന അൽ ഖുസുബു, വലിയ തടിമാരായി കഴിഞ്ഞാൽ അത് മെരുങ്ങി കിട്ടൂല. ഇതാ കപ്പം നേരെയാക്കാന്ന് വെച്ചാൽ ഒരു കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിക്കെട്ടാൻ കഴിയും. വലിയ തടിമരായാലും അത് മാറ്റിക്കെട്ടാൻ കഴിയില്ല. അപ്പൊ കുട്ടിക്കാലത്തെ അത് പഠിക്കണം എന്ന് പറഞ്ഞു. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരാണ് മുബാറക്? അൽ ഇമാമുൽ ഹാഫിദുൽ മുജാഹിദുൽ ഖുദ്വത്തു ശൈഖുൽ ഇസ്ലാം ആലിമു സമാനിഹി വ ഇമാമു അസ്രിഹി. എത്ര സ്ഥാനപ്പേരാണ് അവർക്ക്? അൽ ഇമാം, അൽ ഹാഫിദ്, അൽ മുജാഹിദ് എന്നത് ഇപ്പോഴത്തെ മുജാഹിദ് അല്ലേ. അൽ ഖുദ്വത്തു ശൈഖുൽ ഇസ്ലാം ആലിമു സമാനി ഇമാമു അസ്ർ, ഇതൊക്കെ ലഖബുകളാണ്. അബു അബ്ദുറഹ്മാൻ, ഇത് ഓമന പേര്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അൽ ഹൻദലി റളിയല്ലാഹു അൻഹു. 118 ജനനം, 181 വഫാത്ത് ഹിജ്റ. ഖാലൽ അബ്ബാസ് ഇബ്നു മുസ്അബ് പറയുന്നു, ജമാഅ അബ്ദുല്ലാഹി അൽ ഹദീസ വൽ ഫിഖ്ഹ വൽ അറബിയ്യത വഅയ്യാമൻ നാസി വശജാഅത വസ്സഖാഅ വത്തിജാറത വൽ മഹബ്ബത ഇൻദൽ ഫിറഖ്. ഒന്ന് ഹദീസ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ഫിഖ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, അറബി ഭാഷ, അയ്യാമുന്നാസ് ചരിത്രങ്ങൾ, ഷജാഅത്ത് ധീരത, യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ധീരനാണ്, സഖാ എന്ന് പറഞ്ഞാൽ എല്ലാം ധർമ്മം ചെയ്യല്, തിജാറത്തും ഉണ്ട്, പിന്നെ എല്ലാവരുടെ കൂടെ മഹബത്തും ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ ആളാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മൂപ്പർ പറയുന്നു, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബി, അദബിന്റെ കുറച്ച് അത് അഹബുജു നമുക്ക് വളരെ അത്യാവശ്യമായി വന്നിട്ടുണ്ട്. മിന്ന ഇലാ കസീരിൻ മിനൽ ഇൽമി, ധാരാളം ഇൽമിനേക്ക് ആവശ്യമാകുന്നതിനേക്കാൾ ഉപരി കുറഞ്ഞ അദബ് കിട്ടിയ തരക്കേടില്ല. ഇന്ന് യഥാകാലം 118 പറയുന്നു. അപ്പൊ 1400 എന്താ പറയല്? അവർ ബാക്കിന്റെ അർത്ഥം വെച്ചതാ. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ തഹാബന ബിൽ ആദാബി, ആദാബിനെ ഒരാളെന്താക്കി നിസാരപ്പെടുത്തി, അതൊന്നും വേണ്ട. സുന്നത്ത് തടയപ്പെടും. വമൻ തഹാബന ബിസ്സുനനി, അപ്പൊ സുന്നത്ത് എന്താകും? നിസാരം. സുന്നത്തല്ലേ, എന്താണോ സുന്നത്തിന്റെ അടുത്ത് എടുത്താക്കുണ്ടോ ചോദിച്ചാൽ തെറ്റില്ലാന്ന് ആരും പിടിക്കൂല. നമുക്ക് പെനാൽറ്റിയില്ല, ശിക്ഷയില്ല. വേണ്ടെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ടെന്നാണ്. ആ തലയൊന്ന് തടയിക്കണം മുഴുവനോ, അത് സുന്നത്തല്ലേ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്താക്കൂലുണ്ടോ ചോദിച്ചാൽ തെറ്റില്ലാത്ത ആദ്യം പഠിപ്പിച്ചു വെച്ച്. അത് ഹസ്സാലിമാവ് ചോദിച്ചാൽ ആ മാന നീ കിടന്ന് കിട്ടിയിരുന്നു. ആ അർത്ഥം വെക്കുന്ന മായന എവിടുന്ന് കിട്ടുന്ന? അപ്പൊ അക്കാലത്തേ ഉണ്ട്. ഓ പണ്ടേ അർത്ഥം വെക്കുന്ന, പണ്ടും പണ്ടേ എന്നുള്ള ഹുജ്ജത്തല്ലേ. ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് പണ്ടും പണ്ടേ. അപ്പൊ 5ാമത്തെ ഹുജ്ജത്തായില്ലേ. അപ്പൊ സുന്നനെ എന്താക്കി? സാരമില്ല എന്ന് വെച്ച്. എന്നാൽ വഖബ ബിഹിർമാനുൽ ഫറായിദ്, ആ വാക്ക് എവിടെയും പറയൂ, ഫറായിദിന്റെ എവിടെയും പറയും. കുറച്ചങ്ങോട്ടെത്തുമ്പോ വമൻ തഹാബന ബിൽ ഫറായിദിയോ, അവനെ പഠിക്കണ്ട, ആദ്യം ആദാബാന്ന് വിട്ടത്. ഫറായിദ് കൊണ്ട് തഹാബുനാക്ക ഉഖിബ ബിഹിർമാനിൽ മഅരിഫ, മഅരിഫത്ത് തടയപ്പെടൽ കൊണ്ടാണ് ശിക്ഷ. വമൻ തഹാബന ബിൽ മഅസിയത്തി വഅദ്മന അലൈഹ, മഅസിയത്ത് സാരമില്ല, അത് ചെറുകുറ്റമല്ല എന്നെല്ലാം പറഞ്ഞ് നിസാരപ്പെടുത്തിയാൽ യൂഷിക അൻ യമൂത അലാ സൂഇൽ ഖാതിമ, സൂൽ ഖാതിമത്തിലായി മരിക്കലിലേക്കാണ് വക്കത്തെത്തിയിരിക്കുന്നത്. തുടക്കം എന്നാ പറഞ്ഞത്? ആദാബ് സാരില്ലെന്ന് വെച്ചത്. വഖാല ശൈഖ് അബൂ വലീദ് ദഖാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണ്? ഇമാം ഖുശൈരി തങ്ങളെ ശൈഖാന്ന് പറഞ്ഞു. ഖുശൈരി തങ്ങൾ ആരാന്ന് അറിഞ്ഞാൽ ഓരോ ശൈഖാരാന്ന് മനസ്സിലാക്കാല. അമീറന്മാരുടെ എണ്ണവും ബണ്ണവും അറിഞ്ഞാൽ അറിയാമേ സുൽത്താൻമാർ പോലീശ, ആ വണ്ണം നോക്കുകയും ശൈഖന്മാർ പോലീശ, അപ്പോൾ അറിയാമോ മുഹീദ്ദീൻ പോലീശ എന്നാ പറഞ്ഞു. അമീറന്മാരുടെ എണ്ണവും ബണ്ണവും
അറിഞ്ഞാലറിയാമേ സുൽത്താമാർ പോരീശ. ആ വണ്ണം നോക്കൂവി, അതേ യസ്, ആ വണ്ണം നോക്കൂവീൻ ശൈഖന്മാർ പോരീശ. അപ്പോൾ അറിയാമേ മുഹ്യിദ്ദീൻ പോരീശ. ഇത്തീരം പോരീശ ഉള്ളൊരു ശൈഖീന ഇട്ടച്ചെവിടക്ക് പോകുന്നു പോഷരേ. നല്ല പാട്ടാണല്ലേ. അപ്പൊ അബു അലി ദക്കാക്ക് ആരാന്നറിയോ? അൽ ഉസ്താദ് അബു അലി അൽ ഹസൻ ബിൻ അലി ദക്കാക്ക്. അപ്പൊ ഒറിജിനൽ പേരെന്താണ്? ഹസൻ എന്നാണ്. വഫാത്ത് 405 ബഗ്ദാദ് ഇമാമിന്റെ മുമ്പ് വഫാത്ത്. കുശൈരി ഇമാം കുശൈരി തങ്ങളുടെ റിസാലം ഓതി തസവുഫിന്റെ അസ്റുൽ ഉസൂലായ കിതാബിൽപ്പെട്ട ഒന്നാണ് കുശൈരി. 2 ഇഹ്യാ ഉലൂമുദ്ദീൻ, 3 അവാരിഫുൽ മആരിഫ്, 4 ഹിക്മ, 5 ഷറാൻ ഇമാമിന്റെ കിതാബുകൾ. ഇങ്ങനെ തർത്തീബുണ്ട്, എല്ലാം പറയും. തസവുഫിൽ ആധികാരിക കിതാബുകൾ ഏതൊക്കെയാണ്? ഷെയ്ഖുൽ ഇമാം അബുൽ ഖാസിം അൽ കുശൈരി തങ്ങളുടെ ഷെയ്ഖാൻ. ഈ കുശൈരിയാണ് സാഹിബുർ റിസാല. റിസാല കിതാബ്, റിസാലക്ക് 3 ഷറഹുണ്ട്. അതിൽ ഏറ്റവും തഹ്ഖീഖുള്ള ഒരു ഷറഹ് ഏതാണ്? തഹരീറുൽ റിസാല. സക്കറുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഷറഹ് 4 മുജല്ലദുണ്ടത്. അതിന്റെ ഹാഷിയാണത് മറ്റേ ഇതില്ലേ നതായിജുൽ അഫ്കാറുൽ ഖുദ്സിയ്യ. ഇവിടെ ഉണ്ടത്. കിട്ടാത്ത കിതാബായിട്ട് ഇത് നോക്കുമ്പോൾ എന്താ പറ്റിയെന്നറിയോ? ഹാഷയും ഷറഹും മതനും എല്ലാം കൂടെ ഒറ്റ ഈ വെള്ളപ്പൊക്കം കയറിയ മാതിരി. കുണ്ടും തിരിയില്ല, കൊയ്യും തിരിയില്ല, റോഡും തിരിയില്ല. നമ്മൾ അങ്ങനെയെങ്കിലും മതി. എന്താണ്? എനിക്ക് മതനെ വേർതിരിച്ചാൽ ഷറഹ് വേർതിരിക്കാം, മതനും ഷറഹും വേർതിരിച്ചാൽ ഹാഷ വേർതിരിക്കാം. അതിനുള്ള ഫഹ്മൽ അല്ലാഹ് തന്നിട്ടുണ്ട്. ഇബാറത്തിനെ പോക്കൊണ്ട് തിരിയുമല്ലോ. ഇപ്പൊ വെള്ളം കയറിയ റോഡ് എവിടെയാന്ന്, കൊണ്ടെവിടെയാന്ന്, ആളയത്തിനൊന്നും തിരിയില്ലല്ല. അങ്ങനെയെങ്കിലും കാണാം. നതായിജുൽ അഫ്കാറുൽ ഖുദ്സിയ്യ, ഇഹ്കാമുദ് ദലാല അലാ ശഹരി റിസാല എന്നാണ് എന്തിന്റെ പേര്? മറ്റേ സക്കറുൽ അൻസാരി തങ്ങളുടെ ഷറഹിന്റെ പേര്. തസവുഫിന്റെ ആലമാന്നുള്ളത്. അപ്പൊ പിച്ചുമ്പെന്ന് പറയണ്ട. കഥകളും ഐതിഹ്യങ്ങളും കേട്ട കേൾവിയും പണ്ടൊരു ശൈഖ് ഉണ്ടായിരുന്നു, പണ്ടൊരു മുരീദ് ഉണ്ടായിരുന്നു, അതൊന്നും പറയണ്ട. സനദോട് കൂടി പറയാം. തലബൽ ഇൽമ വഹസ്സലൽ അറബിയ്യത വൽ ഉസൂല വബറിഅ ഫിൽ ഫിഖ്ഹി. ഇൽമ തേടി അറബിയത്ത് കരസ്ഥമാക്കി, ഉസൂല് കരസ്ഥമാക്കി, ഫിഖ്ഹിൽ വലിയ നൈപുണ്യം നേടി. സുമ്മ സലക തരീഖ തസവ്വുഫി ഫസാറ ലിസാന വഖതിഹി. ആ കാലത്തിലുള്ള നാവ് തസവുഫിന്റെ നാവാണ്. കുശൈരി ഇമാമിന്റെ ശൈഖ് എന്ന് പറഞ്ഞാൽ മതിയാവും, അത്രേ വാക്ക് കൊണ്ടു. മൂപ്പർ പറയുന്നത് തർക്കുൽ അദബ് യൂജിബു തർദ. അദബിനെ ഒഴിവാക്കിയാൽ ആട്ടിപ്പായ്ക്കലാണ് അതിനുണ്ടാക്കി തീർക്കും. ആട്ടിപ്പായ്ച്ച് ഫമൻ നസാ അൽ അദബ അലൽ ബിസാത്തി. സദസ്സിൽ വെച്ചിട്ട് എന്താക്കി അദബകട് കാട്ടിയ റുദൈൽ അൽ ബാബി, ബാദുക്കലേക്ക് പായിക്കും. അവിടുന്ന് കുത്തകട് കാട്ടിയ അവിടുന്ന് പോടാൻ തുടങ്ങും. അതാ ഒമൻ നസാ അൽ അദബ അലൽ ബാബി റുദൈല സിയാസത്തി ദബാബി. കന്നുകാലി തൊഴിട്ടുണ്ടല്ലോ, കന്നുകാലിന്റെ മൈക്കിലേക്ക് അങ്ങോട്ട് പോയിക്കൊന്ന് പറയും. അത് ഒരു ഉപമയാണ്. ഇതെവിടെ ദക്കറദാലിക്ക് ഫി നസ്റുൽ മഹാസിൻ എന്നുള്ള കിതാബിൽ, അതാണ് ജാഫി ഇമാമിന്റെ പ്രസിദ്ധമായ കിതാബാണ് നസ്റുൽ മഹാസിൻ. അത് ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രം പറയില്ലേ. ഖാല ബഅദുഹും ലിബ്നിഹി, ചില ഇമാമികൾ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ലഅൻ തതഅല്ലമ ബാബൻ മിനൽ ആദാബി അഹബ്ബു ഇലയ്യ മിൻ അൻ തതഅല്ലമ 70 ബാബൻ മിൻ അബ്വാബിൽ ഇൽമി. കുഞ്ഞുമോനെ, ആദാബിൽപ്പെട്ട ഒരൊറ്റ ബാബ് നീ പഠിക്കല്. അഹബ്ബു ഇലയ്യ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനാ കാണാം? ഇൽമിന്റെ 70 ബാബ് ഓതുന്നതിനാ കാണാം. അത്രയും നീ പോയിട്ട് ഓതണ്ടു. ആദാബിന്റെ 1 ബാബ് ഓതിയാൽ മതി. 70 ബാബ് ഇൽമിൽ നിന്ന് പഠിക്കണമെന്നില്ലാന്നു. വകാന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഖൂലു ഖാല ലി മാലിക് റഹിമഹുല്ലാഹ്, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ശാഫി ഇമാമിനെ വിളിച്ചത്, ഇജ്അൽ ഇൽമക മിൽഹൻ വദഅ അദബക ദഖീഖൻ. നിന്റെ ഇൽമ് ഉപ്പിന്റെ സ്ഥാനത്ത് മതി, കുറച്ച്. അദബിനെ പൊടിന്റെ സ്ഥാനത്താക്കണം. അതൊരു ഉപമ. 1 കിലോ പൊടി ചുടുന്ന പൊടിയെടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നെങ്കിൽ എത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്? ആ ഉപ്പിന്റെ അളവ് ഇൽമു മതി. പൊടിന്റെ അളവ് എന്താക്കണോ? അദബ് വേണം. വഖാല റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അൽഖാല ഖൽബിക നൂറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൽബിൽ ഒരു നൂറിട്ട് തന്നിട്ടുണ്ട്.
ഫലാ തുത്ഫിഉ ബിദുൽമത്തിൽ മഅസിയ്യ, മഅസിയ്യത്തിന്റെ ഇരുട്ടുകൊണ്ട് ആ നൂറിനെ നീ കെടുത്തിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞു. വഖാല അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണത്? മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. അൽ ഇമാമുൽ ഖുദ്വത്തു ഫഖീഹു മിസ്ർ അബൂ അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം ഇബ്നു ഖാലിദ് അൽ മുത്തഖി അൽ മിസ്രി, 128 ജനിച്ച് 191 വഫാത്ത്. വാരിസു ഇൽമിൽ ഇമാമി മാലികൻ വ ഖലീഫത്തു, അതാ മാലിക് ഇമാമിന്റെ ഇൽമിന്റെ വാരിസുമാണ്, മൂപ്പർ ഖലീഫയുമാണ്. ആര്? അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം. ഖദംതുൽ ഇമാമ മാലികൻ റളിയല്ലാഹു അൻഹു, ഞാൻ ഖിദ്മത്തെടുത്ത് 20 സന, 10 കൊല്ലം മാലിക് ഇമാമിന് ഖിദ്മത്തെടുത്തു. ഫകാന മിൻഹാ സനതാനി ഫിൽ ഇൽമി, ഇൽമിൽ 2 കൊല്ലം. തിരിഞ്ഞ വസമാനി അശറ സന ഫി തഅല്ലുമിൽ അദബ്, 18 കൊല്ലം അദബ് പഠിക്കില്ല. അപ്പൊ ഏതായി കുടി നോക്കിയാ 20 കൊല്ലത്തിൽ 2 കൊല്ലം ഇൽമ്, 18 കൊല്ലം തഅല്ലുമിൽ അദബ്. എന്നിട്ട് പറഞ്ഞു ഫയാലൈതനി ജഅൽതുൽ മുദ്ദത കുല്ലഹ അദബൻ, ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ആ 20 കൊല്ലം അദബായും തിരക്കുണ്ടായിരുന്നു അപ്പുറം കൂട്ടാൻ. ഖീല ഇദാ ജമഅൽ മുഅല്ലിമു സലാസൻ, ഒരു മുഅല്ലിമ് 3 കാര്യം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തമ്മത്തിൻ നിഅമത്തു ബിഹാ അലൽ മുതഅല്ലിം, ആ 3 കാര്യങ്ങളെ കൊണ്ടെന്തായിന്നറിയോ? മുതഅല്ലിമിന് വലിയ നിഅമത്ത് പൂർത്തിയായി. അത് മുഅല്ലിമിലുണ്ടെങ്കിൽ 2 ഭാഗത്തുള്ള ആദാബല്ലേ പറയുന്നത്. അസ്സബ്റു, ഒന്ന് മുഅല്ലിമിന് വേണ്ടതാണ് സബ്ർ. വത്തവാദുഉ വേണം, വഹുസ്നുൽ ഖുലുഖും വേണം. ഈ 3 എണ്ണം മുഅല്ലിമിൽ ഒരുമിച്ച് കൂടിയാൽ മുതഅല്ലിമിന് നിഅമത്ത് പൂർത്തിയായി. ഇനി തിരിച്ചും വേണ്ടേ? വൈദാ ജമഅൽ മുതഅല്ലിമു സലാസൻ, മുതഅല്ലിമ് 3 കാര്യം ഒരുമിച്ച് കൂട്ടി തമ്മത്തിൻ നിഅമത്തു ബിഹാ അലൽ മുഅല്ലിമി, പഠിപ്പിക്കുന്ന ആളുണ്ടല്ലോ അയാൾക്ക് നിഅമത്ത് കിട്ടി. എന്താണ്? അൽ-അഖൽ, ഒന്ന് ബുദ്ധി വേണം, അല്ലെങ്കിൽ ഇവനിക്ക് പിരാന്തം എടുക്കലോ. 2 അദബ് വേണം. 3 നല്ല ഫഹ്മും വേണം, ഹുസ്നുൽ ഫഹ്മ്. എന്നെന്താ? ഈ പഠിപ്പിക്കുന്ന ആൾക്ക് വളരെ എളുപ്പം. മിനൽ ലിഹിയാദ്, അക്കലുണ്ടായെന്ന് വെച്ചാൽ ഹുസ്നുൽ ഫഹ്മ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? എത്ര വലിയ കണ്ടുപിടുത്തക്കാരുണ്ട്, പല അറിഞ്ഞിട്ടോ, ചൊല്ലിക്കൊടുത്താൽ ഒന്നും കിട്ടൂല. അവിടെ ഇലക്ട്രിക്കിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്, അവിടെ അക്കലില്ലേ. അപ്പൊ അക്കലുണ്ടായത് കൊണ്ട് ഹുസ്നുൽ ഫഹ്മ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇലക്ട്രിക്കിന്റെ ഏടെ കണി ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് ഇലക്ട്രിക്കിന്റെ എന്ത് കുലുമാലുണ്ടെങ്കിൽ അയാൾ ശരിയായിക്കോളൂ. ഫീലും പാലും പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ തലച്ചൂടാക്കാന്നല്ലാണ്ട് ഒരു ചെയ്യും പഠിക്കൂല. അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു മൊബൈലിന്റെ എന്തെല്ലാം കെട്ടും കണിയുണ്ട്, അടഞ്ഞു പോയതുപോലെ അയാൾക്ക് ബട്ടൺ അമർത്തി തുറക്കാൻ കഴിയും. പക്ഷെ ഇത് മുലാഫാണെങ്കിൽ മുലാഫുൻ അലൈഹി എന്ന് പറഞ്ഞിടത്താൽ കിട്ടിയില്ല, എന്നൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പൊ ഹുസ്നുൽ ഫഹ്മ് വേറെ. അതേ അവസരത്തിൽ മൊബൈലുണ്ട് ABC അടിക്കുന്നു, ഷൈമാക്കാരന് അത്രയും കൂടെ എനിക്കുന്നില്ല. ഈ നാക്കി എടുക്കാനല്ലാണ്ട് ഇത് ഓഫാക്കാൻ വേണ്ടി ഒരാളെ സമയം കൊടുക്കണം. 2 തന്നെ. പക്ഷെ താല്പര്യത്തേക്ക് തിരിഞ്ഞു കിട്ടണ്ടേ. വഖാല ബഅദു സലഫ് പറയുന്നു ഖിറാത്തുൻ മിനൽ അദബ്. ഇനി ഹുസ്നുൽ ഫഹ്മ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറയുന്നത്? ഈ കിട്ടിരിയേണ്ട സാധനം മുക്കാബിൽ വെക്കുമ്പോൾ അന്ന് പ്രത്യേകം 100 അപ്പം ഇട്ട് കൊടുക്കലാന്നാണ്. അന്നേരം കിതാബ് നോക്കുമ്പോൾ മുസന്നിഫ് ഭിന്നത പറയുന്ന രീതിയിൽ നിന്നാണ്. അതിനോട് ലൈറ്റ് അടിക്കല. അങ്ങനെ അടുത്ത പറയൂ. ഒരു ലഫ്ദ് കേൾക്കലോടുകൂടെ അവിടെ ഇന്നതാ ഉദ്ദേശം ഇവനിക്ക് എടുന്ന് തിരിഞ്ഞ് അവിടെ ഇൽക്കാവ്. വഖാല ബഅദു സലഫ് പറഞ്ഞു ഖിറാത്തുൻ മിനൽ അദബി ഖൈറൻ മിൻ ബഹാരിൻ മിനൽ ഇൽമി എന്നാണ്. അദബിൽ നിന്നുള്ള ഖിറാത്ത്, ഈ ഒരു ദിർഹം ഓഹരി വെച്ചാൽ കിട്ടും ചെറിയ അംശത്തിന് ഖിറാത്ത് എന്ന് പറയും. അദബിൽ നിന്നുള്ളൊരു ഖിറാത്ത്, നേരത്തെ ഉപ്പ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു വാക്കാന്ന്. ഖൈറാണ് മിൻ ബഹാരി മിനൽ ഇൽമി, ഇൽമിന്റെ ബഹാറിനാക്കാണ്. ബഹാർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അല്ല എന്നാണ്. വലിയ നമുക്ക് കിൻഡല്, തൂക്കം, ടണ്ണ് എന്ന് പറയുമ്പോഴത്തെ ഒരു അളവ് കട്ടായിരുന്നു. ഇപ്പൊ ഇത്ര ഗ്രാം കൂടിയാൽ 1 കിലോ അല്ലേ, ഇത്ര കിലോ കൂടിയാൽ ഇന്ന ടണ്ണെന്ന കിൻഡലി, ആ കിൻഡൽ ഇത്ര കൂടിയാൽ എന്താകും ടണ്ണ് എന്ന് പറയുന്നില്ലേ. എന്നത് മാതിരി ഇതിങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് വലിയ തൂക്കത്തിന് തൊട്ട് ഇബാറത്താണ് ഇത് ബിഹാർ. അത് അറബി വാക്കല്ല എന്ന് പറയുന്നത്. ചുരുക്കം നമുക്ക് ഇന്ത്യയിൽ നിന്ന് വാക്കാം. അപ്പൊ അദബിൽ നിന്നുള്ളൊരു ഖിറാത്ത് മതി, അതാണ് ഖൈർ. എന്തിനാണ്? ഇൽമിന്റെ ഒരിക്കൽ ഇന്ത്യയിലാക്കാണാൻ അർത്ഥം വെക്കാം. തൽക്കാലം വിദ്യാനത്തിനല്ലേ കൊണ്ടുപോകും.
ഹിക്കായത്തുൻ ഹുക്കിയാൻ നബി യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അന്നഹു ഖസദ ഇലാ സിയാറത്ത് റജുലിൻ യുദ്കറു ബിസ്സലാഹി. ഇത് പല സ്ഥലത്തും ആവർത്തിക്കുമ്പോൾ പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ട്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരാളെ കാണാൻ പോയി. യുദ്കറു ബിസ്സലാഹ്, സലാഹ് കൊണ്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ പേരാ, ഇന്നാലിന്ന ഖോജാ. ഫന്തദറഹു ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിൽ മൂപ്പർ കാത്തു നിന്ന് ഈ പറയപ്പെട്ട ആളെ കാണാനേ. നോക്കുമ്പോൾ ഖറജർ റജുലു, ആ പറയപ്പെട്ട റജുല് പുറത്തു വന്നു. ഫാൽഖാ നുഖാമത്തൻ ഫിൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്താക്കി തുപ്പി. എന്ന് പറഞ്ഞാലോ പള്ളിയിൽ എങ്ങനെ തുപ്പല്, അതായി പറയും ഫീ ജിദാരിഹി മിൻ ഖാരിജ്, പുറത്തുനിന്ന് ചുമരുമ തെറിച്ചു എന്നാ പറയുന്നത്. ഇയാളെ പടച്ചു ഞാൻ എത്ര നേരം കാത്തുന്നത്, എൻ്റെ മെമ്പർ പോയിന്നുകൊണ്ട് മൂപ്പർ മടങ്ങിപ്പോയി, ഏറ്റവും തിന്നിട്ടുണ്ടാവില്ല. അബൂ യസീദ് ബിസ്താമി മടങ്ങിപ്പോയി. വലം യജ്തബി ബിഹി, ആടെ കൂടെ സഹകരിച്ചിട്ടേ ഇല്ല. വകന ലാ യുഅ്മനു അലാ അസ്റാറില്ലാഹി മൻ ലം യുഹാഫിദ് അലാ ആദാബി ശർഈ, ശർഈന്റെ ആദാബും വലി സൂക്ഷ്മതയില്ലാത്ത ഒരാളാ ദീൻ അള്ളാന്റെ അസ്റാറും വലി വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പറങ്ങ് മടങ്ങിപ്പോയി. പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ട് സംഭവം. ഒരു പേരുകളൊക്കെ കൂടെ വായിക്കാം. അൽ ഫസ്ലുൽ അവ്വൽ ഫി ആദാബിൽ ആലിം, ഒരു ആലിമിനുണ്ടാവേണ്ടുന്ന ആദാബാണ് പറയുന്നത്. ഖാല സയ്യിദുന അൽ ഖുതുബു അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി മൻ തഅമ്മല അഹ്വാല സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അഹ്വാൽ ഒരാൾ ശരിക്കും ആലോചിച്ച് പഠിക്കാം. വതവഖഫഹും ഫിൽ ഉമൂർ, എല്ലാ കാര്യത്തിലും അവരെന്താക്കും, പെട്ടെന്ന് ചാട് വീടാതെ തവക്കുഫ്, അമ്മാലായനി, ആവശ്യമില്ലാത്തൊരു കാര്യത്തിനെ തൊട്ടെന്താറോ അവർ പിൻവലിച്ചിട്ട് അവിടെ തവക്കുഫായി നിൽക്കും. അങ്ങനെ പരിശോധിച്ചാൽ അറഫ ആദാബൽ റിജാലി വാദാബൽ ഇൽമി വാദാബൽ ഇമ്മ, ഒരു റിജാലിന് വേണ്ടുന്ന ആദാബ് എന്താണെന്നും ഇൽമിന്റെ ആദാബ് എന്താണെന്നും ഇമാമിങ്ങൾക്കുണ്ടാവേണ്ട ആദാബ് എന്താണെന്നും അതെല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇൽമിൽ നിന്ന് വർദ്ധിപ്പിക്കേണ്ടുന്ന ഇൽമേതാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഇൽമി ചുരുക്കി പിടിക്കേണ്ട ഇൽമേതാണ് അതും തിരിയും. വമാ യുദ്ഹറു, വെളിവാക്കേണ്ടുന്ന ഇൽമേതാണെന്ന് കിട്ടും. വമാ യുക്തമു, മറച്ചു വെക്കേണ്ട ഇൽമെന്താണെന്ന് എല്ലാ സഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ പഠിക്കാം. അതിന് ഉദാഹരണം, കൈഫ ലം യസ്അലു റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനിർ റജുലു ശദീദി ബയാദി സിയാബി, വെളുത്ത വസ്ത്രം ധരിച്ച് കറുത്ത താടിയെല്ലാം ജിബിലിയിൽ മാറി കയറി വന്നില്ലേ, എന്നിട്ടല്ലേ ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഹിസാൻ എന്താണ്, കഅബന്നാൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് പോയത്. ആരാണ് നബി ഞാൻ വന്നത് എന്ന് എന്താക്കിയില്ല, അങ്ങോട്ട് ചോദിക്കാൻ നിന്നില്ല. തങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട് കാത്തു. ആരാൻ പറഞ്ഞ് ചോദിക്കാൻ തോന്നിട്ടില്ല. ഒന്ന് മൻഹുവ വമിൻ ഐന ജാഅ, അതാരാണ് വന്നത്, എവിടുന്ന് വന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തുടങ്ങിക്കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. ബാദ മുദ്ദത്തിൻ, കുറേ ദിവസം കഴിഞ്ഞിട്ട് ഫലബിസ്തു മലിയൻ എന്ന് വെച്ചിട്ട് ആ തദ്രി മനിസായിലു കാല ഇന്നഹു ജിബിലു അത്താക്കും യുഅല്ലിമുക്കും ദീനക്കും, തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതുവരെ കാത്തിരിക്കുക ചെയ്തത്. വയുറഫു മിൻ ദാലിക, ഇതിൽ നിന്ന് പഠിക്കാൻ എന്താണ്, മൻഉൽ ഇഖ്ബാരി അനി ശൈഇ ഖബല വഖതിഹി, ഒരു സാധനത്തിനെ പറ്റി അതിന്റെ വഖ്താദിന് മുമ്പ് പറഞ്ഞു കൊടുക്കൽ വേണ്ട. ഇതിനെ 3 ദിവസം കാത്തുനിന്ന് അല്ല, അപ്പം തന്നെ പറഞ്ഞോളാം വന്നാളാരാന്ന്. സഹാബത്ത് ചോദിക്കാനൊന്നുമില്ല, തങ്ങൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. അതാ മൻഉൽ ഇഖ്ബാർ അനി ശൈഇ ഖബല വഖതിഹി. വഇദാ ജാഅ അഖ്ബറ മിൻ ഗൈരി സുആലിൻ, അതിന്റെ സമയം വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ കാത്തിരിക്കുകയും വേണ്ട, പറഞ്ഞു കൊടുക്കണം. ഇനി രണ്ടാമത്തെ സംഭവം, വകൈഫ ലം യസ്അലു അനിൽ മർഅത്തി അല്ലതി തലബത് അൻ യുഖാമ അലൈഹാ ഹദ്ദുസ് സിന, സിനാന്റെ ഹദ്ദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടപ്പിൽ വരുത്താൻ ഒരു പെണ്ണുങ്ങ വന്നിട്ട് ആവശ്യപ്പെട്ടു. ആ പെണ്ണുങ്ങളെ പേരെന്താന്ന് ആരും ചോദിച്ചിട്ടില്ല. ഹദീസിൽ 2 പെണ്ണുങ്ങൾ വന്നേ കാണുള്ളൂ, അതാ പെണ്ണുങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. വഅനിർ റജുല്ലദി അതാഹ, അതുപോലെ തന്നെ ആ പെണ്ണുങ്ങളെ അടുത്ത് പോയ ആണുങ്ങൾ ആരാന്ന് അവൻ ചോദിച്ചിട്ടില്ല.
വഹൽഹബി ഖസബിൻ ഔ ബിദം മിൻഹ, അത് ഇയാളെ അതിക്രമിച്ച് കയറിയതാണോ അല്ല ഓള് സമ്മതിച്ചിട്ടാണോ അതും ചോദിച്ചിട്ടില്ല. വനഹബിദാലിക്ക, അപ്പൊ ചില കാര്യം എന്താക്കും ചോദിക്കൂല, ചില കാര്യം ചോദിച്ചോ കൊടുക്കേണ്ടതും. അതുകൊണ്ട് അമീൻ തസ്ബീത്തുൽ ഫുആദ് എന്ന കിതാബിൽ നിന്ന് എടുത്തതാണ്. തസ്ബീത്തുൽ ഫുആദ് അബ്ദുല്ലാഹി ഇബ്നു അദ്ദ തങ്ങളെ സ്വന്തം കയ്യേറിയ കിതാബല്ല. 40-40 എല്ലാം മറ്റൊന്നിച്ചാണ് ഇതിൽ മുരീദ് ഉണ്ടായിരുന്നു. 30 എല്ലാം റിക്കാർഡാക്കും സാകലതും. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യജിദുൽ ആലിമു ലദ്ദത്തൽ ഇൽമി ഹത്താ യുഹദ്ദിബ നഫ്സഹു വ അഖ്ലാഖഹു. ഒരു ആലിമിന് ഇൽമിന്റെ ലദ്ദത്ത് കിട്ടൂല എത്ര വരെ അയാളെ നഫ്സിനെ തഹദീബാക്കണം, അതിനകത്തെ സ്വഭാവങ്ങളെയും തഹദീബാക്കാത്ത കാലത്തോളം ഇൽമിന്റെ ലദ്ദത്ത് കിട്ടൂല. വയസ്തഖീം അലൽ കിതാബി വസുന്നത്തിന്റെ മേൽ അയാൾ മുസ്തഖീമായി ജീവിക്കുകയും വേണം. വജറമിയ ബിദ്ദിയാസതി തഹത്ത ഖദമിഹി, റിയാസാന്ന് റഈസാർ നേതാവാകലി, പ്രസിഡന്റ് സെക്രട്ടറി ആര് കാതിൽ കുള്ളാത്താകലി, അതെല്ലാം കാലിൻ്റെ അടിയിൽ വെച്ചോളണം. അതിനൊന്നും എടുത്തു നടത്താൻ പറ്റൂല. അല്ല, അബൂ ഹനീഫത്തുൽ കൂഫി ഇമാമിനോട് കാദിയാകാൻ പറഞ്ഞല്ല, എന്നിട്ട് പറഞ്ഞ് അന്നെ കൊള്ളൂല. അപ്പൊ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോ ചുറ്റും നീരുമ്പോ പറഞ്ഞു, എന്താ കൊള്ളൂലെന്ന്? ഞാൻ കൊള്ളൂല എന്ന കൊള്ളുന്ന ആളായിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞാണ് ഞാൻ കളവ് പറഞ്ഞ ആളാണ്. അപ്പൊ കളവ് പറയുന്ന ആളെ കാദിയാകാൻ പറ്റില്ല. കൊള്ളൂല എന്ന് നേരാണെങ്കിൽ കൊള്ളാത്ത ആളെ കാദിയാക്കാൻ പാടില്ല. കുടുങ്ങിയില്ലേ? കൊള്ളുന്ന ആളാണ് ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കളവല്ലേ? അപ്പൊ കളവ് പറയുന്ന ആളെ കാദിയാക്കാൻ പറ്റൂല. മൂപ്പര ഭയങ്കര സാമർത്ഥ്യല്ലേ, കുറച്ച് വളരെ വിശാലമായ ചരിത്രമുണ്ട് ഇവിടെ. അപ്പൊ റിയാസത്ത് എന്താക്കണം? കാലിൻ്റെ അടിയിലേക്ക് വെച്ചോളണം. ഈ വിഷയത്തിൽ ഒരു പാട്ടുണ്ട്, അത് ബൈത്തിന് വേണ്ടി ഖുൽഖ് എന്നാക്കിയതാണ്. ليس التفاخر بالعلوم الذاخرة من لم يهذب علمه أخلاقه لم يندفع بعلومه في الآخرة. يا من تباعد അകന്ന് നിൽക്കുന്ന മനുഷ്യനെ എന്തിനെ തൊട്ട്? മകാരിമുൽ അഖ്ലാഖിനെ തൊട്ട് അകന്ന് നിൽക്കുന്ന മനുഷ്യ. ലൈസ തഫാഖുറു ബിൽ ഉലൂമി സാഖിറ, വലിയ അധികം ഉള്ള ഇൽമുണ്ടല്ലോ, ആ ഇൽമു കൊണ്ടൊന്നും അല്ല തഫാഖുർ ഉണ്ടാവേണ്ടത്, ഫഖർ നടിക്കൽ അതുകൊണ്ടൊന്നുമല്ല. മല്ലം യുഹദ്ദിബ് ഇൽമുഹു, ഒരാളെ ഇൽമു തഹദീബാക്കിയിട്ടില്ല, അഖ്ലാഖു, അയാൾ അഖ്ലാഖിനെ ഇൽമെന്താക്കിയിട്ടില്ല, അയാൾക്ക് അഖ്ലാഖിനെ ക്ലിയറാക്കിയിട്ടില്ലെങ്കിൽ ലം യന്തഫി ബിഉലൂമിഹി ഫിൽ ആഖിറ, അയാൾ ഉലൂം എന്തുണ്ടായാലും ആഖിറത്ത് പഠിക്കൂല. അതിൽപ്പെട്ട ഓരോ കാര്യങ്ങളാണെന്ന്. ഒന്ന് അൽ ഇൻസാഫ്. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റി പോയിട്ട് പിന്നെ ന്യായീകരിക്കാൻ നടക്കില്ല. ആ ന്യായീകരിക്കാതിരിക്കലാണ്, തെറ്റാണെന്ന് സംബന്ധിച്ചലാണ് ഇത് ഇൻസാഫ്. ഒരു തെറ്റ് പറ്റുക, എന്നിട്ട് തെറ്റാന്ന് വരുത്താതിരിക്കാൻ വേണ്ടി അതിനെ ന്യായീകരിച്ചിട്ട് നിങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടാന്നിട്ട് എന്താക്കുമോ, ഇയാള് തെറ്റില്ലാന്ന് വരുത്തിക്കുക. അത് പറ്റൂല, തെറ്റായ തെറ്റ് തന്നെയാണ്. അപ്പൊ അഫമിൻ ആദാബിഹിൽ ഇൻസാഫു. ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാ അൽ ഇമാമുൽ കബീർ അൽ അല്ലാമ ഹാഫിദുൽ മഗ്രിബ് അബൂ ഉമർ യൂസുഫ്, അതാണ് സ്വന്തം പേര്, ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ ബർ നമരി അൽ അൻദലുസി അൽ മാലിക്കി 368 ജനിച്ചിട്ട് 463 വഫാത്ത്. ഗസാലി ഇമാമിന്റെ കാലം ഉണ്ടാവും. കാന വറഅ ഇമാമൻ ദയ്യിനൻ സിഖതൻ മുതഖിനൻ മുതബഹിറൻ. എന്താ വേണ്ടത്? വലിയ ഇമാമായിരുന്നു, ദീൻ കാര്യത്തിൽ വളരെ ദയ്യനായിരുന്നു, സിഖതൻ വളരെ വിശ്വാസയോഗ്യനാണ്, മുതഖിനായിരുന്നു, മുതബഹിറുമായിരുന്നു. സന്നഫ തസാനീഫൽ ഫായിഖ, അത്യുന്നതമായ ഒരുപാട് തസാനീഫ് ഉണ്ടാക്കി. വകാന യമീലു ഫീ ഫിഖ്ഹിഹി ഇലാ മദ്ഹബിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിലാണ്. ഇബ്നു അബ്ദുൽ ബർ വലിയ മുഹദ്ദിസല്ലേ. മിൻ ബറക്കത്തിൽ ഇൽമി വആദാബിഹി, ഇൽമിന്റെ ബറക്കത്തിൽപ്പെട്ടതാണ്, അതിന്റെ ആദാബാണ് അൽ ഇൻസാഫ് എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റി പോയാൽ തെറ്റ് ന്യായീകരിക്കാണ്ടിരിക്കണം.
അതെ. വഖാലൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാഫി സമാനിന അഖല്ലു മിനൽ ഇൻസാഫ്. നമ്മളെ സമാനിലില്ല ഇൻസാഫിന്റെ ഇതിനേക്കാളൊക്കെ അക്കല്ലാത്ത സാധനമില്ല. ഏറ്റവും അക്കല്ലേതാണ് ഇൻസാഫാന്ന് ഇല്ലാത്ത സാധനമാണ്. ഏത് കാലത്ത് മാലിക്കും അതിന്റെ കാലത്താ പറയുന്നത്. ഇന്ന് കിട്ടാത്ത സാധനത്തിൽപ്പെട്ടതാണ് ഇൻസാഫ്. വഖാല ദമീരി പറയുന്നു, ദമീർ ആരാ? അൽ ഇമാമുൽ ഫഖീഹുൽ മുതഫന്നിൻ കമാലുദ്ദീൻ മുഹമ്മദ് ബിൻ മൂസ ബിൻ ഈസ ദമീരി സുമ്മൽ കാഹിരി. 742 ജനിച്ച് 808 വഫാത്ത്. ഖാല സഖാബി ഇമാം പറയുന്നു അഹദു അഅയാനി ശാഫിഇയ്യ, ഷാഫിഈ മദ്ഹബിന്റെ നേതാക്കളിൽപ്പെട്ട ഒരാൾ. വഖിയാറുഹും, അതിലേറ്റവും ഉന്നതര്. വശാരിഹുൽ മിൻഹാജ്, മിൻഹാജിന്റെ ഷാരിഹാണ്. മുത്തറദ് ബി ഫവായിദിൻ നഫീസ, ആ ഷറഹിൻ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ഫായിദകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹയാത്തുൽ ഹൈവാൻ എന്ന കിതാബുണ്ട്. ഷറഹ് ഇബ്നു മാജ ഉണ്ട്. വഗൈറുഹ. എന്ന് മാത്രമല്ല വകാന ദാ ഹദ്ദിൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ വലിയ ഹദ്ദുള്ള ആളായിരുന്നു. മുതമയ്യിസൻ ഫിൽ അദബി വൽ ഹദീസ്, അതിലൊക്കെ വേറെടുത്ത് കിട്ടുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ആര്? ദമീരി. ഹാദാ ഫീ സമാനി മാലിക്, ഈ പറഞ്ഞത് മാലിക് ഇമാമിന്റെ കാലത്താന്ന് വിചാരിക്കണം. നമ്മ ആദ്യം മാലിക് ഇമാമ് പറഞ്ഞത് നമ്മളെ കാലഘട്ടത്തിൽ ഏറ്റവും കിട്ടാത്ത ചുരുങ്ങിയ സാധനമാണ് ഇൻസാഫ്. മാലിക് ഇമാമിന്റെ കാലത്താണ്. ഫകൈഫ ബിഹാദ സമൻ, ഈ കാലത്ത് എന്ത് പറയണം? ഇനി നമുക്ക് കൂട്ടിക്കൊടുക്കുക. ദമീര് പറഞ്ഞത് 8ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അക്കാലത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ 15ാം നൂറ്റാണ്ടിൽ എന്ത് പറയണം? ഐ വമാ ബഅദഹു അല്ലദീ ഹലക ഫീഹി കുല്ലു ഹാലികിൻ, എല്ലാ ഹാലിക്കും ഹലാക്കാക്കി കാലഘട്ടത്തിലാണ്. ഇനി വമിൻ അംസിലത്തിൽ ഇൻസാഫി, ഇൻസാഫിന്റെ ഉദാഹരണങ്ങൾ കേട്ടാ. അന്നംറഅത റദ്ദത്ത് അലാ ഉമർ റളിയല്ലാഹു അൻഹു, ഒരു പെണ്ണുങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു മസ്അല റദ്ദ് ചെയ്തു. ഉമർ പറഞ്ഞു ശരിയല്ല. വനബ്ബഹതുഹു അലൽ ഹഖ്, ഹക്കായ മസ്അല എന്താണെന്ന് എന്താക്കി അത് ഉണർത്തി കൊടുത്തു. അത് നീയാരാ പറഞ്ഞ പെണ്ണല്ലേ, ഞാൻ ഉമറല്ലേ, ഞാൻ അശറത്ത് മുബശ്ശിറല്ലേ, ഞാൻ എന്തായാലും ഖലീഫയല്ലേ, ഒന്നും മുണ്ടിയില്ല. പെണ്ണുങ്ങൾ പറഞ്ഞത് ഹക്കാന്ന് പറഞ്ഞപ്പോൾ എന്താക്കി പെണ്ണുങ്ങളെ സമ്മതിക്കുക ചെയ്തു. വഹുവ ഫീ ഖുതുബത്തിഹി, അതാണെങ്കിലോ ജനക്കൂട്ടത്തിന് അടാ മലഇമിനന്നാസ്, ഖുതുബ കേൾക്കാൻ വേണ്ടി ധാരാളം ആളുമുണ്ട് അക്കൂട്ടത്തിൽ നിന്ന്. ഫഖാല ഇംറഅത്തുൻ, മൂപ്പർ വന്നത് ഇംറഅത്തുൻ നസാബത് വഅഖ്തഅ റജുലുൻ, ഒരു പെണ്ണുങ്ങൾക്ക് കാര്യം തിരിഞ്ഞു, ഒരാണിന് പിഴക്കുകയും ചെയ്തു. ആ പെണ്ണുങ്ങൾക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ട്, പിഴച്ചത് ഞാനാന്ന് പറഞ്ഞത്. വസഅല റജുലുൻ അലിയൻ കറമല്ലാഹു വജ്ഹഹുനോട് ചോദിച്ചു. ഫഅജാബ, മൂപ്പർ ഉത്തരം പറഞ്ഞു കൊടുത്തു. ഫഖാല ലൈസ കദാലിക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീന്റെ മറുപടി അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പിന്നെന്താ വലാകിൻ കദാ വകദാ എന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ ആരാന്ന്? ഫഖാല അസ്ബത വഖ്തഅതു, നിനക്ക് ഹക്ക് തിരിഞ്ഞു, എനിക്ക് പിഴച്ചിരിക്കുന്നു. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം എന്നാ മൂപ്പർ പറഞ്ഞു. അപ്പോ 2 ഖുലഫാഉർ റാഷിദീൻ പിന്നെ മറുപടി കേട്ടാ. ഇപ്പൊ തിരുത്തി കൊടുത്താൽ പിന്നെ നിങ്ങളെ പിഴിഞ്ഞിട്ടിളക്കും. നഖലഹു ഫിൽ ലിഹിയാ. ഇനി മറ്റൊരു കാര്യം പറയുന്നു, ഒരു ആലിമിന്റെ വേണ്ടത് ഖൗലു ലാ അദ്രി, അല്ലെങ്കിൽ അല്ലാഹു അലം പറയാ, തിരിയാത്ത കാര്യം പറഞ്ഞാൽ. വയഖൂലു ലാ അദ്രി ഇദാ ലം യസ്ഹുല എന്നല്ല ദിക്റിൽ മോദിയത്. വമിൻ ആദാബിഹി അൻ യഖൂല ലാ അദ്രി എന്നോ ഔ അല്ലാഹു അലമു എന്ന് പറയണം. എപ്പോൾ ഇദാ സുഇല അമ്മാ ലാ യഅലമു, അറിയാത്ത കാര്യം ചോദിക്കപ്പെട്ടാൽ. ഫഖദ് റുവിയ ഫിൽ അസരി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തൊട്ട് ഖൗലുഹു അൽ ഇൽമു സലാസത്തുൻ, ഇൽമു 3 ഉണ്ട്. ഒന്ന് കിതാബുൻ നാതിഖ് തന്നെ, മറ്റൊന്ന് സുന്നത്തും മാദിയ, ഖുർആനും ഹദീസേ ഇല്ലേ. മൂന്നാമത്തെ വലാ അദ്രി, എനിക്ക് അറിഞ്ഞൂടാന്ന് പറയലൊരു അറിവാണ്. അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ആകെ ഇപ്പം വിക്കടയിൽ പോവല്ലോ, എല്ലാം അറിയുന്നതായിട്ട് മതിക്കണം. قال الإمام محي الدين النبوي رضي الله عنه وارضاه عنه من علم العالم, ആലിമിന്റെ അറിവിൽപ്പെട്ടതാണ് അഞ്ഞക്കൂല ഫീമാ ലാ യഅലമു ലാ അഅലമു, അറിയാത്ത കാര്യത്തിൽ പറയുക. അഞ്ഞക്കൂലാന്റെ മഖൂലാണ് ലാ അഅലമു, അറിയാത്ത കാര്യത്തിൽ പറയുക. ലാ അഅലമു എന്നോ അല്ലാഹു അഅലമു എന്നൊന്ന് പറഞ്ഞു. വഖദ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അയാ അയ്യുഹന്നാസ് മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹി
ഒരാൾക്കൊരു കാര്യം അറിയുമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞുകൊള്ളുക. വമല്ലം യഅലം ഫൽയഖുൽ അല്ലാഹു അഅലം. അറിയാത്തതാണെങ്കിലോ അല്ലാഹു അഅലം എന്ന് പറയുക. അതുകൊണ്ട് ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല ലിമാ ലാ യഅലമു അല്ലാഹു അഅലം. അറിയാത്ത കാര്യത്തിൽ അല്ലാഹു അഅലമു എന്ന് പറയൽ അതൊരു അറിവാണ്. റജുലുൻ യദ്രി അന്നഹു ലാ യദ്രി. അറിയില്ല എന്നുള്ളൊരു അറിവ് എനിക്കുണ്ടല്ലോ. فقال الله لنبيه صلى الله عليه وسلم قل ما أسألكم عليه من أجر وما أنا من المتكلفين. ഞാൻ നിങ്ങളോട് ഈ തബ്ലീഗിന്റെ വിഷയത്തിൽ അജ്റൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. തൊട്ടടുത്ത് എന്താ പറഞ്ഞ ആ മുത്തക്കല്ലിഫീങ്ങളിൽ പെട്ടവനല്ല. തക്കല്ലുഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്ത കാര്യം അറിയുന്ന അടിക്കൽ അതിൽപ്പെട്ടവന്ന്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വെച്ച് തീർക്കുക. ഇവനാണ് പത്തിന് പാവറാണ്. ഇവൻ വലിയ കോപ്പല്ല വെച്ച് ഇങ്ങനെ ആളിടയിൽ വലിയ ആളായിട്ട് കുറെ കള്ളത്തിന് ചുട്ടിട്ട് പൈസ വിചാരിച്ചിട്ട് ഒക്കെ തക്കല്ലുഫിൽപ്പെട്ടതാണ്. ചെറിയ അധ്വാനം കൊണ്ട് നിർവഹിക്കാവുന്ന കാര്യത്തിന് വലിയ മൂല്യവും വലിയ സമയം ചെലവാക്കുക. ഒരു കാറ് പിടിച്ച 5 ആൾക്ക് പോകാൻ പരിപാടിക്ക് 5 ആൾക്ക് 5 കാറ്. പിന്നെ കുറേ കാറ് വന്നെന്ന് കാണിക്കാൻ. ഇതിന്റെ പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടായിട്ടില്ല. റോഡെല്ലാം ബ്ലോക്കാൻ പരിപാടിയിലെ ഗാംഭീര്യം കൊണ്ട് ഇതിൽപ്പെട്ടാണ് തക്കല്ലുഫ്. പണ്ട് കുശേരിയില്ല എന്തിന്റെ മതിയ കൊച്ചാള് വന്നിട്ട് ബിന്ദു സൽക്കാരത്തിന് എന്താക്കി വിഭവങ്ങളൊക്കെ ഒരുക്കി. അപ്പൊ എന്തോ പൊരിച്ചിനായിട്ട് ആവശ്യപ്പെട്ടു പോലും ആര് വന്ന കൂട്ടത്തിന്. അപ്പൊ മുമ്പത്തില്ല. ഉടനെ എന്താക്കി ഒന്നുകൊടുക്കുന്നത് കിണ്ടി കൊണ്ട് പോയിട്ട് പണയം വെച്ചിട്ട് വായിക്കൊണ്ടാണ് ഹാജരാക്കി. ദ്വാരക്കം പറഞ്ഞു തക്കല്ലുഫീങ്ങളുണ്ട് പൊരുത്തപ്പെടുന്ന കൂട്ടത്തിലെല്ലാം നമ്മളെ പെടുത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് മതിയാക്ക് നിങ്ങളെ ദുആ. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുമെങ്കിൽ എൻ്റെ കിണ്ടി പണയം വെക്കാൻ പോടാം. പൊരുത്തപ്പെടായിട്ടല്ലേ പെർഷ്യം കൂടെ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ തക്കല്ലുഫ് എന്ന് പറഞ്ഞ ഒരുപാട് ബാബുണ്ട്. ഉമാ അന മിനൽ മുത്തക്കല്ലിഫീൻ. ഞാൻ മുത്തക്കല്ലിഫീങ്ങൾ പെട്ടിട്ടേ ഇല്ല. എന്നാൽ തക്കല്ലുഫിന്റെ എന്ത് ബാബുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അറിയാത്ത കാര്യം അറിയുന്ന ആളായി നടിച്ചിട്ട് എന്തെല്ലോ പറഞ്ഞിപ്പിക്കുക. ثم قال الإمام النووي رضي الله عنه പറയുന്നു اعلم أن معتقد المحققين أن قول العالم لا أدري. ഒരു മുഹഖിഖീങ്ങളുടെ ഇഅ്തിഖാദ്, മുഹഖിഖീങ്ങളായ വ്യക്തികളുടെ ഇഅ്തിഖാദ് ഒരാലിമ് ലാ അദ്രി പറഞ്ഞാൽ അയാൾക്ക് സ്ഥാനം കുറഞ്ഞു എന്നല്ല. അയാൾ വളരെ സൂക്ഷ്മതയുള്ള ആളാണ്. അയാൾക്ക് ഉള്ളതിൽ നല്ല തഹ്ഖീഖുകളുടെ അറിവുണ്ട് എന്ന് മനസ്സിലാക്കലാണ്. ഇല്ലല്ല അവിടല്ലേ ഗസാലി ഇൻ സഹ ഹാദൽ ഹദീസ് നൂറുകണക്കിന് ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇൻ സഹ ഹാദൽ ഹദീസ് രണ്ടെണ്ണത്തിനെ പറ്റി പറഞ്ഞു. ഈ ഹദീസ് സഹീഹാണെങ്കിൽ എന്ന് പറഞ്ഞാലോ അതിന് മഫ്ഹൂം എന്താന്ന്? ഈ 2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും മുമ്പ് സംശയം തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ ഗസാലി ഇമാമിന്റെ അടുക്ക് സംശയം തീർന്നിട്ട് ഇവനെ പഠിച്ച ജാഹിലിന് സംശയം തീർന്നിട്ടില്ലെങ്കിൽ ഗസാലി ഇമാമല്ല ഉത്തരവാദി. ഇതിൽ ഞാൻ അന്ന മുഅ്തഖദൽ മുഹഖിഖീന മുഹഖിഖീങ്ങൾ വിശ്വസിക്കുന്നത് അന്ന ഖൗലൽ ആലിമി ഒരാലിമ പറയൽ എന്തേ ലാ അദ്രി എന്ന് പറയൽ എന്നാൽ ലാ യളഉ മൻസിലതഹു അയാളെ സ്ഥാനം ചുരുക്കൂല. മാലിക് ഇമാമിനോട് 40 മസാല ചോദിച്ചു. 4 എണ്ണത്തിന് മറുപടി 36 എണ്ണത്തിന് എന്താ പറഞ്ഞ് ലാ അദ്രി. നിങ്ങളവിടെ മദീനത്തെ ഇമാമ് എന്ന് ചോദിച്ചോല്ലേ. അങ്ങനെ പറ. നീ എന്താക്കാൻ വലിയ മലന്റെ മുകളിൽ കയറി പറഞ്ഞു ഇവിടെ മാലിക് എന്ന് പറഞ്ഞിട്ട് ഒരു ജാഹിരി പള്ളിയിലുണ്ട്. 10% മാർക്കേ കിട്ടിയിട്ടുള്ളൂ. 36 40 മാസം വെച്ചാൽ 90% അല്ലേ. അയാളൊന്നിനും കൊള്ളൂല എന്നാണെന്ന് വിളിച്ചു പറഞ്ഞു. അതാണ് എനിക്ക് സന്തോഷകരം. ഇതിന് കിട്ടാത്ത കാര്യത്തിന് ഞാൻ ആലിമായി നടിക്കുന്നതിനേക്കാണ്. എന്നിട്ട് ഒരു സ്ഥാനം ചുരുങ്ങിയ ലാ യളഉ മൻസിലതഹു അദ്ദേഹം ഡിഗ്രി കുറക്കൂല. പിന്നെന്താ ബൽ ഹുവ ദലീലുൻ അലാ ഇൽമി മഹല്ലിഹി വ തഖ്വാഹു വ കമാലി മഅരിഫതിഹി. അദ്ദേഹത്തിന്റെ മഅരിഫത്തിന്റെ കമാലി, അദ്ദേഹത്തിന്റെ തഖ്വ, അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്നതിന്റെ തെളിവാണ് ലാ അദ്രി എന്ന് പറയുന്നത്. ലാ അലം അറിയില്ല എന്ന് പറയല്. ലിഅന്നൽ മുതമക്കിന ലാ യളുറുഹു അദമു മഅരിഫതിഹി മസായില മഅദൂദ. ഒരു മുതമക്കിനായ ഒരാള്, അതായത് അറിവിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരാൾ തന്നെ ചില മസ്അല അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് അയാൾക്കൊരു വിഷമം വരാനില്ല.
ബൽ യുസ്തദല്ലു അലാ ഖൗലിഹി ലാ അദ്രി, ലാ അദ്രി കൊണ്ടെന്താ നമുക്ക് ദലീൽ വരുന്നത്? അലാ തഖ്വാഹു, അയാളെ തഖ്വന്റെ മേലാണ് അറിയിക്കുന്നത്. വഅന്നഹു ലാ യുജാസിഫു ഫീ ഫത്വാഹു, ഫത്വയിൽ എന്തെങ്കിലും ഊഹിച്ച് പറയുന്ന ഒരാളല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഖദ്ദിമത്ത് ശറഹിൽ മുഹദ്ദബി പറഞ്ഞതാണ്. ഖാല സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വാ ബർദഹാ അലാ കബ്ദി, വാ ബർദഹാ അലാ കബ്ദി എന്ന് സലാസ മർറാത്തിൻ 3 വട്ടം പറഞ്ഞു. എൻ്റെ കരളിന് അത്ര കുളിർമയുള്ള സാധനം, ആ സാധനത്തിൻ്റെ കുളിർമ എൻ്റെ കബിദിന്, എൻ്റെ കരളിന് കുളിർമയാക്കിയതെന്നുണ്ട് വലിയ അജബൈത്ത്. എന്താ ഈ സാധനം? കാലു അമാദാക യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കരളിന് കുളിരേകിയ സാധനം ഏതെന്ന് ചോദിച്ചപ്പോൾ കാല അൻ യുസ്അല റജുലു അമ്മാ ലാ യഅലം, അറിയാത്തൊരു കാര്യം ചോദിച്ചിട്ട് ഫയഖൂൽ അല്ലാഹു അഅലം എന്ന് പറയാ കലിമത്താണ്. തിരിഞ്ഞാ ഇക്കാലത്ത് നല്ലോണം പാടാക്കേണ്ട വിഷയം ഇത്. അറിയാത്തൊരു കാര്യം ചോദിച്ചു, ഇന്ന് ലാ അലമോ എന്ന് പറഞ്ഞാൽ ഇത്തര കരളിന് കുളിരേകുന്ന സാധനം വേറെ ഇല്ലാന്ന് 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജുന്നത്തുൽ ആലിമി ലാ അദ്രി, ഒരാലിമിന്റെ കോട്ട, അദ്ദേഹത്തിന് അപകടങ്ങളെ തൊട്ടും തെറ്റിനെ തൊട്ടും കാക്കുന്ന കോട്ട ഉണ്ട്, ലാ അദ്രി എന്നതാണ്. വൽ ബാബു ഹാദാ വാസിഅൻ, ഇങ്ങനെയുള്ള ബാബ് വളരെ വിശാലമാണ്. കിബാരി സ്വഹാബത്തി വത്താബിഈൻ, സഹാബത്തിൽപ്പെട്ട കിബാർ, നേരത്തെ ഉമർ ബിൻ ഖത്താബ്, അലി ബിൻ അബി താലിബ് കിബാറല്ലേ, താബീങ്ങളിലും. ഫകൈഫ ബിഗൈരിഹിം, അപ്പൊ അവരല്ലാത്തവർ പിന്നെന്ത് പറയണം? പിന്നെ വഖാല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യംബഗി ലിൽ ആലിമി അൻ യുവദ്ദിസ സുഹാബഹു ഖൗല ലാ അദ്രി. ഇമാം മാലിക് പറയുന്നു, ഒരു ആലിമിന് അനിവാര്യമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അനന്തരം കൊടുക്കണം, എന്ത്? ലാ അദ്രി പറയാൻ പഠിച്ചു. അതാണ് ഒരു ഉസ്താദ് കൊടുക്കേണ്ട അനന്തര സ്വത്ത്, വിറാസത്ത്. വെച്ചാലോ വേർക്കാനുണ്ട്. അതിന് 2 സൗകര്യമുണ്ട്. നമുക്ക് വേറെ സിലബസ്